ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം കഴിയുകയാണ്, ഓഗസ്റ്റ് മാസം ഇന്നത്തോടെ കഴിയുകയാണ്. അപ്പോൾ ഓൾറെഡി നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. എന്നാലും നമ്മളിത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഏപ്രിൽ മന്തിൻ്റെ ഇൻസൈഡ് ക്യാൻഡിൽസ് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നോക്കണമെങ്കിൽ അതിന് മുമ്പത്തെ മാസത്തിൻ്റെയൊക്കെ ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാസത്തിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഈ മന്ത് റിയാക്ട് ചെയ്തെങ്കിലും അതിൻ്റെ ലോ വരെ പോയിട്ടില്ല. അപ്പോൾ പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം ഓൾറെഡി പ്രൈസ് ബുള്ളിഷാണ്. ഏകദേശം ഞാൻ പറഞ്ഞു 1.5 മാസത്തോളം പ്രൈസ് ചിലപ്പോൾ 1.5 വർഷത്തോളം പ്രൈസ് ചിലപ്പോൾ ഈ ഒരു സൈഡ് വേ ട്രെൻഡിലേക്ക് നിൽക്കാം. പക്ഷേ നിങ്ങൾക്ക് ബൈ സൈഡുകൾ കിട്ടുന്ന എൻട്രികളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ 4 hourൻ്റെ ഇൻറ്റേണലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം ട്രേഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ മെയിനായിട്ട് അത് ട്രേഡ് ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ പ്രൈസ് നല്ല ബുള്ളിഷിൽ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി എങ്ങനെയാണ് പ്രൈസ് നോക്കാം. കഴിഞ്ഞ വീക്ക് എന്താ സംഭവിച്ചത്, ഒരു ഡേയ്സ് എന്താ സംഭവിച്ചത്, ഇനി ഏതൊക്കെ ഹൈ പ്രയോറിറ്റി ട്രേഡുകളുണ്ട്, നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച ട്രേഡൊക്കെ എടുത്തത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ കോഴ്സിൽ നമ്മളൊരു ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരുപാട് പേരെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കോഴ്സിൽ ചെറിയ ഫണ്ടൊക്കെ ഒന്ന് കുറക്കുവാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി അങ്ങനെ വേണ്ട ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ കോഴ്സിൽ ഓഫർ ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ് ബാച്ചോ വീഡിയോ കോഴ്സോ ഒന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് പല ബാച്ചിലും പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴ്സൊന്നും കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റിലെത്താൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പഠിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമല്ല, ഇച്ചിരി ടഫാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ് തന്ന് 1-to-1 ആയിട്ട് ഇരുത്തി പഠിപ്പിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഞാനാണെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇവിടെ ആരും ആ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ് എടുത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഇവരൊക്കെ ചെറിയൊരു കോഴ്സിന് ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ടിൻ്റെ പകുതി പോലും വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഒരു സാധനത്തിൻ്റെ 10-1 വില പോലും ഇല്ലാതെയാണ് ഞാൻ നിങ്ങൾക്കത് തരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് വർക്കിംഗ് ഹവേഴ്സ് ഉണ്ടാവും, പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കുക. നമ്മൾ ആരും ജനിക്കുമ്പോൾ ഒരു സ്കില്ലും നമ്മളുടെ കയ്യിലേക്ക് വരുന്നില്ല. നമ്മളിതെല്ലാം പഠിച്ചെടുക്കുന്നത്, അത് നമ്മുടെ ആവശ്യമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കോഴ്സിൻ്റെ അതേ ട്രേഡുകൾ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അല്ലാതെ വേറെ ട്രേഡ് മറ്റുള്ളവർ പറയുന്ന പോലെ ഇത് വേറെ സെറ്റപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ ഒപ്പം തന്നെ നിന്ന് ട്രേഡ് ചെയ്ത് കോഴ്സിന് ശേഷം പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. താല്പര്യമുള്ള ആൾക്കാർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് കുറച്ചും 2 ദിവസം കൂടിയുള്ള ഓഫറിൻ്റെ വാലിഡിറ്റി അത് കഴിയുന്ന മുമ്പായിട്ട് ബുക്ക് ചെയ്യുക. അതേപോലെ ചില ആൾക്കാർ പറയുന്നുണ്ട് നെക്സ്റ്റ് മന്ത് എടുക്കുമ്പോൾ ഈ ഓഫർ കിട്ടുമോ എന്ന്. ഒരിക്കലും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 പേർക്ക് ഞാനൊരു ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്ത് വെക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് ഡേറ്റ് എടുത്തിട്ട് നെക്സ്റ്റ് മന്തോ പിന്നത്തെ മാസമൊക്കെ പ്രീ ബുക്ക് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട്. പക്ഷേ നമ്മളിത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോഴ്സ് ഒന്നും കൂടി ടൈറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ പൈസ കൂട്ടുകയും കൗണ്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗോൾഡിലേക്ക് വരാം. മന്ത് ഓൾറെഡി ബുള്ളിഷാണ്. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്ക് എങ്ങനെയാണ് നിൽക്കണതെന്ന് നോക്കാം. വീക്ക് നോക്കിക്കഴിയുമ്പോൾ പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. കഴിഞ്ഞ ആഴ്ച പ്രൈസ് ഫ്രൈഡേയിൽ ബുള്ളിഷിലേക്ക് വന്നിട്ട് ഈ ആഴ്ചയും പ്രൈസ് ബുള്ളിഷിലേക്കാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ ഫ്രൈഡേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫണ്ടമെൻ്റൽ പരമായിട്ട് പ്രൈസ് ബുള്ളിഷിലേക്ക് വരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രൈസ് കയറിപ്പോകുന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു 5 ഡേയ്സ് നോക്കിയാൽ 4 ഡേയ്സും പ്രൈസ് ബുള്ളിഷായിരുന്നു അല്ലേ. അന്ന് ഫ്രൈഡേയാണ് പ്രൈസ് ഇതിങ്ങനെ കയറി വന്നത്. പ്രൈസ് ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി ഫണ്ടമെൻ്റൽ പരമായിട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഗോൾഡും ഡോളർ ഒഴികെയുള്ള ബാക്കിയുള്ള കറൻസികളൊക്കെ ബുള്ളിഷിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ പ്രൈസ് വന്നു. നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് ട്യൂസ്ഡേ വന്ന് എടുത്തതിന് ശേഷം പ്രൈസ് തിരിച്ച് അതേപോലെ തന്നെ കയറി. അപ്പോൾ പല ആൾക്കാർക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് ബൈ നമ്മൾ സെല്ല് ചിലത് ഇതേപോലെ പറയുന്നുണ്ടെങ്കിലും മെയിൻ ബൈയിലേക്ക് എവിടെ സാധ്യത കിട്ടുന്നു അവിടേക്ക് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടിയായിരുന്നു. നമുക്ക് ഈ ഒരു 4 hourൻ്റെ OBയിലാണ് പ്രൈസ് ആദ്യം വന്ന് കണ്ടോ. ഓക്കെ, 4 hourൻ്റെ OBയിൽ പ്രൈസ് വന്ന് ആദ്യം വന്ന് മിറ്റിഗേഷൻ നടത്തി അല്ലേ. പ്രൈസ് 4 hourൻ്റെ OBയിൽ വന്ന് മിറ്റിഗേഷൻ നടത്തി. നമ്മുടെ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ഈ ടാർഗറ്റൊക്കെ നമുക്ക് എടുത്തു. അതിന് ശേഷമാണ് പ്രൈസ് ഇവിടെ നിന്ന് കയറിപ്പോയത്. നേരെ ഫ്രൈഡേ കഴിഞ്ഞ് മൺഡേ വന്നു. നമുക്ക് മൺഡേ തന്നെ വീണ്ടും അടുത്ത 4 hourൻ്റെ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു 4 hourൻ്റെ ഓർഡർ ഫ്ലോ
പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് 4 hour ഓർഡർ ഫ്ലോ ആണ് റിയാക്ട് ചെയ്യുന്ന ഓർഡർ ബ്ലോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പ്രൈസ് കയറി. അല്ലാതെ നമുക്ക് 50 മിനിറ്റിൽ നിന്നൊക്കെ ഒരുപാട് എൻട്രീസ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ 4 hour ഓർഡർ ബ്ലോക്കിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇത് നമുക്ക് ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യാം. പക്ഷേ നല്ലൊരു കൺഫർമേഷനൊക്കെ കിട്ടി. പക്ഷേ ഏഷ്യൻ ലണ്ടൻ ഫ്രൈഡേ കഴിഞ്ഞതോടെ ന്യൂയോർക്ക് ഉറപ്പായിട്ടും തിരിച്ച് കയറാനുള്ള സാധ്യത കൂടുതലാണ്. കയറിയ ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് പോരും പിന്നെ ബൈ എടുക്കരുത് സെല്ലെടുക്കരുതെന്ന്. പക്ഷേ അതേപോലെ തന്നെ സംഭവിച്ചു. പല ആൾക്കാരും പ്രോഫിറ്റ് എടുത്ത് ഞാൻ 2-3 വട്ടം എൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞതുകൊണ്ട് തന്നെ പല ആൾക്കാരും പ്രോഫിറ്റ് എടുത്തു. ഇതിന് ശേഷം കയറിപ്പോയതിന് ശേഷം പല ആൾക്കാരും പറഞ്ഞ് കയറിപ്പോയത് കൊണ്ട് രക്ഷപ്പെട്ടു, പ്രോഫിറ്റ് എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലാന്നുണ്ടെങ്കിൽ പോയാൻ കിട്ടിയതല്ല. പക്ഷേ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയ ഒരു വീക്കും കൂടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതേപോലെ ഒരുപാട് ബൈസ് എൻട്രീസ് ഉണ്ടായിരുന്നു. നമുക്ക് 1 hourലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഓൾറെഡി എൻ്റെ 1 hour ഇൻറ്റേർണൽ ഞാൻ വരക്കുന്നില്ല. മെയിൻ സ്ട്രക്ചർ ആണെങ്കിൽ ഒരുപാട് ലോങ്ങിലാണ് നിൽക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മൺഡേ മുതലുള്ള ചാർട്ട് നോക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ബൈയും സെല്ലും നമുക്ക് കിട്ടിയത്. ഏറ്റവും കൂടുതൽ നമ്മൾ മെയിനായിട്ട് ബൈ എടുക്കാനാണ് പറഞ്ഞിരുന്നത് വെച്ചത്. നമുക്ക് നോക്കാം. നമുക്ക് മൺഡേ പ്രൈസ് ഇവിടെ നിന്ന് നമുക്ക് പ്രൈസ് ഓൾറെഡി ഇറങ്ങി, പ്രൈസ് തിരിച്ച് വന്നു. ഫ്രൈഡേ ഓക്കെ. നമുക്ക് മൺഡേ പ്രൈസ് ആ ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് പ്രൈസ് ഈ ഒരു ഇതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് അവിടെ നിന്നും കയറിപ്പോയി. അതോടെ ഞാൻ പറഞ്ഞത് പ്രൈസ് ഇനി നമുക്കൊരു ബൈയിലേക്കുള്ള സാധ്യതകൾ തന്നെ കൂടുതൽ നോക്കാം. നമുക്ക് സെക്ഷൻ്റെ ആണെങ്കിലും പ്രീവിയസ് ഡേയുടെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെയൊക്കെ ഒരുപാട് കിട്ടി. ഞാൻ വലിയ ട്രേഡുകളൊന്നും എടുക്കാൻ ഒരാഴ്ചയാണ്. ഓൾറെഡി നമ്മൾ നല്ല പ്രോഫിറ്റിലായിരുന്നു. 2-3 മാസത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞത്തെ ഒരു 2.5 മാസത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ 3 മാസത്തെ പ്രോഫിറ്റ് ഒറ്റ മന്ത് കൊണ്ട് എനിക്ക് ഈ ഒരു മന്ത് കൊണ്ട് കിട്ടി. അത് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എനിക്ക് ഈ ഒരു മാസം കിട്ടി. നല്ല പ്രോഫിറ്റിലാണ് ഈ മാസം പോയിരുന്നത്. അപ്പോൾ കൂടുതലും പരമാവധി റെസ്റ്റും പല കാര്യങ്ങളിലൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ പക്ക ആക്റ്റീവായിരുന്നു. ഒരുപാട് നല്ല ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്തു വന്നു. ഇത് നോക്കൂ, ബൈയും സെല്ലും പല ഓപ്പർച്യൂണിറ്റികളും ഇതിന്നുണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് ബൈ എടുക്കാൻ പറഞ്ഞു. ഈ സെല്ല് നമ്മൾ എടുത്തു. പക്ഷേ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്, ബൈ ആണ്. ബൈയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളൊക്കെ 50 മിനിറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് ഐഡിയം, സെക്ഷൻ്റെ ലോ, ഇങ്ങനെയുള്ള ഇൻറ്റേണൽ, ഇങ്ങനെയുള്ള കുറേ എൻട്രികളൊക്കെ കിട്ടിയായിരുന്നു അല്ലേ. ലാസ്റ്റ് പ്രൈസ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ ഒരു OB വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് ടാർഗറ്റ് ചെയ്യാം. OB ഒക്കെ ഹിറ്റ് ചെയ്തു. തിരിച്ച് ഫ്രൈഡേയാണ് പ്രൈസ് കയറിയത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് 50 മിനിറ്റിൻ്റെ OBയിൽ വരുന്ന ബൈ എൻട്രികൾ, അതേപോലെ സെക്ഷൻ്റെത് പ്രീവിയസ് ഡേയുടെ സെക്ഷൻ്റെയും 50 മിനിറ്റിൻ്റെ POIകളിൽ വരുന്ന എൻട്രികളാണ് നമുക്ക് കൂടുതൽ കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് വീക്ക് പ്രൈസ് ഈ ഒരു സ്ട്രക്ചർ ബേസ് നോക്കണമെങ്കിൽ നമ്മളിപ്പോൾ 4 hour നമ്മൾ മെയിനായിട്ട് ഹൈ ടൈം ഫ്രെയിം ഇപ്പോൾ നോക്കുന്നത്. അതും ഇൻറ്റേർണലാണ്. അതാണ് ഇച്ചിരി കൂടി സിംഗ് ട്രേഡ് ഇതേപോലെ കിട്ടാൻ സാധ്യത കൂടുതൽ. കണ്ടോ, നമ്മുടെ ഈ എൻട്രി നോക്കിയാൽ ഇവിടം വരെ പ്രൈസ് പോയിട്ടുണ്ട്. ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചർ ബുള്ളിഷാണ്. അപ്പോൾ ഈ നല്ല സ്ട്രക്ചർ ആയത് തന്നെ, ബുള്ളി സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഈ IDM എടുത്തിട്ട് ഇൻറ്റേർണൽ IDM എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്യുക, കയറാം. ഇൻറ്റേർണൽ IDM വലിയ റിയാക്ഷൻ തന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡിസിഷൻ OB നല്ല റിയാക്ഷൻ ആയിരിക്കും തന്നെ. ഇതൊരു ചെറിയ റിയാക്ഷൻ തന്നാണെങ്കിൽ ഇതും അതിനേക്കാളും കുറച്ചും കൂടി റിയാക്ഷൻ തന്നാൽ അപ്പോൾ ഫെയിലാകാം. പക്ഷേ ഇതൊട്ടും റിയാക്ഷൻ തന്നില്ല എന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇവിടെ നല്ല റിയാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അല്ല പ്രൈസ് വീണ്ടും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പ്രീവിയസ് ഡേ, പ്രീവിയസ് വീക്ക് അങ്ങനെയുള്ളതൊക്കെ നോക്കി നമുക്ക് എൻട്രി എടുക്കാം. പ്രൈസ് ഒരു സൈഡ് വേട്ടേണ്ട ആയതുകൊണ്ട് തന്നെ ഏതൊരു ചെറിയ POയിൽ നിന്നും പ്രൈസ് ചിലപ്പോൾ തിരിച്ച് നല്ല രീതിയിൽ കയറിപ്പോൾ. അപ്പോൾ ഇതൊരു ബെസ്റ്റ് പൊസിഷനാണ്. ഇപ്പോൾ നമ്മൾ 1 hour നിങ്ങൾ നോക്കണമെങ്കിലും അതേപോലെ നമുക്കൊരു 50 മിനിറ്റിലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ OBയിൽ നിന്നൊക്കെ കയറാം. അതേപോലെ തിരിച്ച് പ്രൈസ് ഇറങ്ങേണ്ട എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഇനി ഇറങ്ങാനും സാധ്യതയുണ്ടല്ലോ, കയറിയ മാത്രമല്ല. ഇപ്പം നിൽക്കുന്ന പൊസിഷൻ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു സൈഡ് വേ ട്രെൻഡിൽ വന്നതിന് ശേഷം പ്രൈസ് ഈ ഒരു ഹൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹൈ ആണ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത് അല്ലേ. ഏകദേശം 3500 താഴെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ പ്രൈസ് വന്നിട്ട് ഒരു പുൾ ബാക്ക് എടുത്തു, വീണ്ടും ഹൈ എടുത്തു, ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തു, വീണ്ടും പ്രൈസ് വിക്ക് ബ്രേക്ക് നടത്തി, വീണ്ടും ഈ ഹൈ പ്രൈസിന് എടുക്കാൻ പറ്റിയില്ല. ഈ ഹൈ എടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് പ്രൈസ് തിരിച്ച് കയറിയപ്പോൾ ഈ ഹൈ എടുത്ത് ഈ ഹൈയും കൂടി ലിക്വിഡേറ്റ്. ഇത് ലിക്വിഡിറ്റി ഗ്രാബാണ് നടന്ന മൺഡേയിലത്തെ ക്യാൻഡിൽ ഇതിൻ്റെ ബോഡി ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൺഡേ മുതൽ പ്രൈസിങ്ങോട് ഇറങ്ങി വരാം.
അല്ല പ്രൈസ് വീണ്ടും ആ ബുള്ളിഷിൽ തന്നെ നിൽക്കണമെങ്കിൽ മൺഡേ ഇതിൻ്റെ ബോഡി ബ്രേക്കും ചെയ്ത് പ്രൈസ് നേരെ പോയാലും ഞാൻ പറയണതാണ് ഈ ഒരു ഹൈ വിക്ക് ബ്രേക്ക് നടത്താനുള്ള സാധ്യത തന്നെയാണ്. അവിടെ നിന്നൊരു വിക്ക് ബ്രേക്ക് നടത്തി അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ആ ദിവസം വിക്ക് ബ്രേക്കിലാണ് ആ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കണമെങ്കിൽ നല്ലൊരു പുൾ ബാക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കുക. അതേപോലെ ബൈയിലേക്ക് കിട്ടുന്ന ചാൻസുകളൊന്നും വിട്ടുകളരുത്, നല്ല രീതിയിൽ എടുക്കുക. ബാക്കിയുള്ള ട്രേഡ്സുകളൊക്കെ നമ്മൾ ഈ പറയുന്ന മൺഡേ മുതൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് പോകാം. ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡിന് ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു ബുള്ളിഷ് പവറൊക്കെ നമ്മുടെ കറൻസികളിലും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പൗണ്ട്, യൂറോ, ഓസ്ട്രേലിയൻ ഡോളറിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്കപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മന്തിൽ ഓൾറെഡി പ്രൈസ് നല്ലൊരു ബുള്ളിഷിലാണ്. കഴിഞ്ഞ മന്ത് ബിയറിഷിലാണെങ്കിൽ തിരിച്ച് ഒരു ബുള്ളിഷ് ക്യാൻഡിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് മന്തിൽ വേറെ ഒന്നും പറയാനില്ല. വീക്കിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഐഡിയം എടുത്ത് ഇവിടെ നിന്നാണ് പ്രൈസ് കയറിപ്പോയേക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഹൈയിലേക്ക് കയറി പ്രൈസ് ഇനിയും തിരിച്ച് കയറുമെന്ന് നമുക്ക് നോക്കാം. 2 ആഴ്ചയായിട്ട് പ്രൈസ് എന്ത് ചെയ്യുക, ഒരു 3 ആഴ്ചയായിട്ട് പ്രൈസ് ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിച്ചേക്കണം, നമ്മളിവർ ഓൾറെഡി ഡേയിൽ നിന്നൊരു സിംഗ് ട്രേഡ് നമ്മൾ എടുത്താൽ നമ്മുടെ ടാർഗറ്റ് ഏതാണ്, ഇതാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത് അല്ലേ. ഇവിടുന്ന് പ്രൈസ് നല്ല രീതി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂസ് പരമായിട്ട് ഫണ്ടമെൻ്റൽ പരമായിട്ട് പ്രൈസ് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് കിട്ടുന്നത്. പക്ഷേ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ 5 ഡേയ്സും ഇതിൻ്റെ ഇൻറ്റേണലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിന് കിട്ടിയ ആ ഒരു പവറൊന്നും ബ്രിട്ടീഷ് പൗണ്ടിന് കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രൈസ് വീണ്ടും ഇറങ്ങുക. അപ്പോൾ നമുക്ക് ഇൻറ്റേണലൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കാം. നമുക്ക് ഇത് വെച്ച് നോക്കണമെങ്കിൽ ഈ ഹൈ വീണ്ടും ഒന്ന് ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് നോക്കാം. അല്ല ഇത് ബോഡി ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ല ലോങ് ടൈം സെല്ല് നോക്കാം. എന്ന് വെച്ചാൽ ഇത് വലിയ കാര്യമായിട്ട് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ബിയറിഷ് മൂവ്മെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഡേയുടെ ട്രേഡ്സ് പല ആൾക്കാരും എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസാണ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പല ആൾക്കാർക്ക് ഇത് കിട്ടിയില്ല. ഈ ഒരു നല്ല ബുള്ളിഷിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പല കൺഫർമേഷനും ഫെയിലായി പോകാം. നിങ്ങൾ പഠിച്ചിരിക്കുന്ന പല കൺഫർമേഷനും ഇപ്പോൾ നമ്മളെടുത്താണെങ്കിൽ ചിലത് ഫെയിലായി പോകാം, ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങാം. പക്ഷേ ഇങ്ങനെയുള്ള സിംഗ് ട്രേഡുകൾ എടുക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നതാണ് ഇങ്ങനെ ഫെയിൽ. പക്ഷേ കറൻസിയിലൊക്കെ ഞാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ സെറ്റപ്പിൽ ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷേ ഞാനിവിടെ നല്ലൊരു ട്രേഡ് എടുത്തു, 5-6 ട്രേഡ് എടുത്തു, മിക്കതും തന്നെ നല്ല പ്രോഫിറ്റിൽ കിട്ടിയായിരുന്നു. നല്ല പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ഈ സിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഞാൻ ആഡ് ചെയ്തായിരുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് ജേണലിൽ എഴുതിക്കൊണ്ട് നിൽക്കണം, അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സിംഗ് ട്രേഡൊക്കെ നല്ല ലോങ് ടൈം ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റൊക്കെ എടുക്കണം, അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഞാൻ എന്ത് ചെയ്യുക, റിവീൽ ചെയ്യുക. നമുക്ക് യൂട്യൂബിലൂടെ തന്നെ ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അടിയിൽ വീഡിയോ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടിടും. ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, മടിയായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്യുന്നതാണ്. നമുക്ക് നേരെ 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നെയാണ് നിൽക്കുന്നത്. ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഐഡിയം തന്നു, എക്സ്ട്രീം മൊബൈൽ വന്നു. ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞതാണ് ഐഡിയം എടുത്ത ക്യാൻഡിൽ തന്നെയല്ലേ ഈ മൊബൈൽ വന്നേക്കണം. അത് ഐഡിയം എടുത്ത ക്യാൻഡിലിൻ്റെ ഹൈന് ശേഷം നോക്കുന്നതാണ് ഡിസിഷൻ ഹോബി. ഇത് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ തന്നെ കിട്ടിയതാണ് എക്സ്ട്രീം ഹോബി. അപ്പോൾ അത് വാലിഡാണ്. പ്രൈസ് ഐഡിയം എടുത്ത ക്യാൻഡിൽ തന്നെ വന്നതെന്നും പറഞ്ഞ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഇത് നല്ല ഹൈ പ്രയോറിറ്റി സെറ്റപ്പാണ്. ഐഡിയം എടുത്ത ക്യാൻഡിൽ തന്നെ ഒരു ഹോബിയിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് റിയാക്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഐഡിയ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിസിഷൻ ഹോബിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഐഡിയം എടുത്ത ക്യാൻഡിൽ ഡിസിഷൻ ഹോബിൽ തന്നെയാണെങ്കിൽ അതൊരു ഹൈ പ്രയോറിറ്റി ഹോബിയാണ്. നമുക്ക് ഡിസിഷൻ ഹോബി അപ്പോൾ വേറെ കിട്ടും, എന്നാലും അവിടെ ഒരു ഹോബി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഹൈ പ്രയോറിറ്റി പൊസിഷനാണ്. നമ്മൾ ഈ ഐഡിയം ബോഡി ബ്രേക്ക് ചെയ്തൊന്നും വിചാരിച്ച് കയറിപ്പോകുന്നല്ല. ഈ ഹോബിയിൽ നിന്ന് തന്നെ പ്രൈസ് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല രീതിയിൽ പ്രൈസ് ഇറങ്ങിപ്പോകുന്നു അല്ലേ. അതിനുശേഷം നമുക്ക് അവിടെ തിരിച്ചൊരു ബൈയും നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് കിട്ടിയായിരുന്നു, നല്ല എൻട്രി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇനിയും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ബൈ സെറ്റപ്പും സെൽ സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു സെറ്റപ്പിലൊക്കെ വെച്ച് നമുക്ക് ഇനിയും പ്രൈസ് തിരിച്ച് കയറി വരികയാണെങ്കിൽ ഇവിടെ ഒരു ഇൻറ്റേർണൽ പറയും ഈ ഹൈ എടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ ആ ഡേയുടെ എക്സ്ട്രീം ഹോബി എന്നൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സെല്ല് നോക്കാം. അതേപോലെ നിങ്ങൾക്ക് ബൈയും സെല്ലും ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഹൈയും ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നേരെ യൂറോയിസ്റ്റിലേക്ക് പോകാം. യൂറോയിസ്റ്റിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ട് പോലെ തന്നെ മന്ത്ലി ബുള്ളിഷ് ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഓൾറെഡി മന്ത് ബുള്ളിഷാണ്. മന്ത്ലി നമുക്ക് ഇനി വേറെ ഒന്നും പറയാനൊന്നും ഇല്ല. ഇതിൽ വീക്ക് നമുക്ക് നോക്കാം. വീക്കിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇൻസൈഡിൽ തന്നെയാണ് വീക്കിൻ്റെ നിൽക്കുന്നത്. 4 ആഴ്ചയായിട്ട് ആ ഒരു ഇൻസൈഡ് മൂവാണ്. നമുക്ക് ഡേയിലേക്ക് തന്നെയാണെങ്കിൽ 4 ദിവസം 5 ദിവസമായിട്ട് പ്രൈസ് ഈ ഒരു മൂവ്മെൻറ്റ്സാണ്. ഈ ലോയെന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതായത് കഴിഞ്ഞ ഫ്രൈഡേ ഉണ്ടാക്കിയ ക്യാൻഡിലെ ലോയ് വന്നെടുത്തു. അപ്പോൾ ഇതും യൂറോയും
തിരിച്ച് കയറി എന്നല്ലാതെ ആ ഒരു ഫ്രൈഡേ കിട്ടിയ ആ ഒരു മൂമെൻറ്റ്സ് ഒന്നും തിരിച്ച് കയറാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ 4 ഹവറിൽ നമുക്ക് നോക്കണമെങ്കിൽ ഇനി ഈ ഒബിയിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സെല്ല് നോക്കാം കേട്ടോ. സെല്ല് നോക്കാൻ നിങ്ങൾക്ക് ഈ ലോയൊക്കെ ധൈര്യമായിട്ട് ടാർഗറ്റ് ചെയ്യാം. വീണ്ടും അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ വീണ്ടും ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയുമേ ഉള്ളൂ. ബൈയും സെല്ലും നോക്കുക. സെല്ലിലേക്ക് കിട്ടുന്നുള്ള ഈ ഒരു ഹൈ ടൈം ഫ്രെയിമിൻ്റെ പി ഒ ഒക്കെ നല്ല രീതിയിൽ കുറച്ചും കൂടി ലോങ് ടൈം സിങ് ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ല ട്രേഡ്സുകൾ കിട്ടിയതാണ്. പക്ഷേ ഏകദേശം അതിൻ്റെ 50% എനിക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റിയുള്ളൂ. ഞാൻ എൻ്റെ ടാർഗറ്റുകൾ സെറ്റ് ചെയ്തത്, ഞാൻ മൾട്ടിപ്പിൾ ട്രേഡ് ഇട്ടിട്ട് അതിനെല്ലാത്തിനും ഒരേ ടാർഗറ്റ് എന്തോ വെച്ചെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് മന്തിൻ്റെ നോക്കുമ്പോൾ ബുള്ളിഷാണ്. മറ്റുള്ള കറൻസി പോലെ വീക്കും ബുള്ളിഷാണ്. ഡേയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു ട്രേഡാണ് കണ്ട, അതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പക്ഷേ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തിയത് കൊണ്ട് തന്നെ ഇനി പ്രൈസ് കയറാമെന്ന് വെച്ചാൽ ഈ ഹൈ എടുത്ത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങാം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. അല്ല നമുക്ക് 4 ഹവറിലേക്ക് വരികയാണെങ്കിൽ 4 ഹവറിൻ്റെ ഒബിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ലോങ് ടൈം സെല്ലൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ ബൈ സെറ്റപ്പ് നോക്കുക. അതേപോലെ സെല്ലിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികളും പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ. നമുക്ക് ഓണമാണ്. അപ്പോൾ ഇനി ഓണം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീക്ക്ലി അനാലിസിസ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ. അതേപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടാർഗറ്റുകളൊക്കെ സെറ്റ് ചെയ്യണം. ഓരോ ആഴ്ചയും ഓരോ മാസവും ചെറിയ ടാർഗറ്റ്. നമുക്ക് എപ്പോഴും വലിയ ടാർഗറ്റുകളിൽ ലക്ഷ്യം വെച്ച് നമ്മൾ ട്രേഡിന് പോകും. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടാർഗറ്റ് നമ്മുടെ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ട്രേഡിലും അത്ര റിസ്ക്കും കാര്യങ്ങളൊക്കെ വെക്കണതുകൊണ്ട് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയി കിട്ടുന്നത്. നമ്മൾ ഇതിൽ മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചലഞ്ച് ഞാൻ എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം ഞാൻ എടുത്തായിരുന്നു. അതായത് വലിയൊരു എമൗണ്ടിന് ഇരിക്കുന്ന എൻ്റെ വീടിൻ്റെ ആധാരം അത് കിട്ടാൻ വേണ്ടി ഞാനൊരു 2 മാസം ഹാർഡ് വർക്ക് ചെയ്ത് വലിയൊരു എമൗണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അത് എടുത്തായിരുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സംഭവം. പക്ഷേ അതെനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ ഉറപ്പ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ ടാർഗറ്റുകളൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. അതായത് നമുക്ക് ഒരു മാസം വേണ്ട 25,000 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങേണ്ട സാധനങ്ങളോ ചെറിയ കാര്യങ്ങൾ, ചെറിയ കടങ്ങളോ, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഗിഫ്റ്റായിട്ട് വാങ്ങാൻ പറ്റുന്ന വാച്ചോ അല്ലെങ്കിൽ വല്ല മൊബൈലോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ടാർഗറ്റ് ചെയ്തു. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ അച്ചീവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ഏതൊരു മോട്ടിവേഷൻ ട്രെയിനറിൻ്റെ മുമ്പിൽ പോയി എന്നാലും കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾക്ക് കിട്ടിയൊരു അച്ചീവ്മെൻറ്റാണ്. അത് നമുക്ക് ആരോട് പോയി പറഞ്ഞാലും അവർക്കത് മനസ്സിലാകണമെന്നില്ല. അത് പക്ഷേ നമ്മളെ വളർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ടാർഗറ്റ് നമ്മൾ വെച്ച് അല്ലെങ്കിൽ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. മനസ്സിലായോ? ആ കോൺഫിഡൻസിൽ നിന്നാണ് നമ്മൾ അടുത്തൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടാർഗറ്റിൻ്റെ വലിപ്പം കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഇതിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ തുടങ്ങും. അല്ലാതെ വലിയ ഗോളുമായിട്ട് ആദ്യം തന്നെ വന്ന് നിങ്ങൾ ഈ ട്രേഡിൽ നിന്ന് തിരിച്ചു പോകത്തേ ഉള്ളൂ. ഒന്നും നഷ്ടങ്ങൾ ഉണ്ടാക്കി പോകത്തുള്ളൂ, ലാഭങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഓണത്തിനൊരു തീരുമാനമെടുത്തു, അടുത്തൊരു മാസം മുതൽ ഞാൻ ഇങ്ങനെയുള്ള ടാർഗറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് ആ ഗോളൊക്കെ ഞാൻ അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലിരുന്ന് പക്കയായിട്ട് ജേണലൊക്കെ എഴുതി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതി ഗോൾ ബുക്കൊക്കെ ഉണ്ടാക്കി അതൊക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ടൊക്കെ നിങ്ങളത് ക്രിയേറ്റ് ചെയ്തൊക്കെ ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഗോളിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഓരോ ഗോളുകളായിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ ഓരോ മാസവും, അത് 3 മാസം കൂടുമ്പോൾ, 6 മാസം കൂടുമ്പോൾ, ഇയറിൽ ഗോൾ, ഇങ്ങനെയുള്ള ഓരോ ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ നോക്കുക. ആദ്യമൊക്കെ ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും. പക്ഷേ ഒരെണ്ണം അച്ചീവ് ചെയ്താൽ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഗോൾ മതി നിങ്ങൾക്ക് വലിയ ഗോളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.